വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 8 വാക്യങ്ങൾ 1 മുതൽ 8 വരെ. യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദേസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യുവാന്നയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. വിധക്കാരന്റെ ഉപമ. പല പട്ടണങ്ങളിലും നിന്ന് വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുൾ ചെയ്തു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു. അത് മുളച്ചു വളർന്നെങ്കിലും നനവില്ലാതിരുന്നത് കൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിച്ചു. തുടർന്ന് അവൻ സ്വരമുയർത്തി പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 19 മുതൽ 30 വരെ. തിമോത്തേയോസ്, നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞ് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി തിമോത്തേയോസിനെ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ പ്രത്യാശിക്കുന്നു. അവനെ പോലെ നിങ്ങളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി താല്പര്യമുള്ള വേറൊരാൾ എനിക്കില്ല. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. എന്നാൽ തിമോത്തേയോസിന്റെ സ്വഭാവ ഗുണം നിങ്ങൾക്കറിയാമല്ലോ. പുത്രൻ പിതാവിനോടൊത്ത് എന്നതുപോലെ അവൻ എന്നോടൊത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു. എന്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞാലുടനെ അവനെ അയക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് വേഗം വരാൻ സാധിക്കുമെന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുന്നു. എപ്പഫ്രോദിത്തോസ്, എന്റെ സഹോദരനും സഹപ്രവർത്തകനും സഹയോദ്ധാവും നിങ്ങളുടെ അപ്പസ്തോലനും എന്റെ ആവശ്യങ്ങളിൽ ശുശ്രൂഷകനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ എല്ലാവരെയും കാണാൻ അവൻ അതീവ തൽപരനാണ്. കൂടാതെ താൻ രോഗിയാണെന്ന് നിങ്ങൾ കേട്ടതിൽ അവൻ വളരെ അസ്വസ്ഥനായിരിക്കുകയുമാണ്. അതെ, അവൻ രോഗബാധിതനായി മരണത്തോളം എത്തി. എങ്കിലും ദൈവം അവനോട് കരുണ കാണിച്ചു. അവനോട് മാത്രമല്ല, എന്നോടും എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അവനെ നിങ്ങൾ വീണ്ടും കണ്ട് സന്തോഷിക്കാനും അങ്ങനെ എന്റെ ദുഃഖം കുറയാനും വേണ്ടി അവനെ അയക്കാൻ ഞാൻ അതീവ തൽപരനാണ്. അതുകൊണ്ട് പൂർണ്ണ സന്തോഷത്തോടെ നിങ്ങൾ കർത്താവിൽ അവനെ സ്വീകരിക്കുവിൻ. അവനെ പോലെയുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കണം. കാരണം ക്രിസ്തുവിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ അവൻ മരണത്തിന്റെ വക്കുവരെ എത്തി. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് പരിഹരിക്കാൻ സ്വന്തം ജീവൻ തന്നെ അവൻ അപകടത്തിലാക്കി.